നഗരസഭയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പുതുക്കി പണിയുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് CPIM വിരാറ്റുപേട്ട ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മുനിസിപ്പൽ ഓഫീസ് മാർച്ച് ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി കടന്നു വരുന്നു. മുനിസിപ്പൽ ഓഫീസ് മാർച്ച് പടികളെത്തുമ്പോൾ CPIM ഏരിയ കമ്മിറ്റി സെക്രട്ടറി കൊണ്ട് സംസാരിക്കും. നഗരോത്സവത്തിന്റെ യഥാർത്ഥ കണക്കുകൾ പുറത്തുവിടുക, അഴിമതിക്ക് ഭരണസമിതിയും ട്രാഫിക് പരിഷ്കരണത്തിന് അപാകതകൾ പരിഹരിക്കുക, ആരോപിച്ച വെൽഫെയർ പാർട്ടിയുടെ അഴിമതി പുറത്തുവിടുക, അതിന് കൂട്ടുനിന്ന രാജിവെക്കുക, അട്ടിമറിച്ച നഗരപദ്ധതികൾ നടപ്പാക്കുക, ഡംപിംഗാടിനെ ശോധനയാവസ്ഥ പരിഹരിക്കുക, മീനച്ചിലാടിനെ സംരക്ഷിക്കുക, നഗരസഭയിലെ റോഡുകളുടെ ശോധനയാവസ്ഥ പരിഹരിക്കുക, ഇരാറ്റുപേട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പുതുക്കി പണിയുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് CPIM ഇരാറ്റുപേട്ട ലോക്കൽ ഗവൺമെന്റ് സംഘടിപ്പിച്ചിരിക്കുന്ന മുനിസിപ്പൽ ഓഫീസ് മാർച്ച് ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി കടന്നു വരുന്നു. സമരത്തിന്റെ രൂപം മാറും, ഭാവം മാറും. ഭരണം ഞങ്ങൾ സ്തംഭിപ്പിക്കും, നഗരം വാഴും ഭരണക്കാരെ നിങ്ങൾക്കെതിരെ ഉയർന്നു കഴിഞ്ഞു. ആളിക്കത്തും ധനരാശോ, CPM പ്രതിഷേധം, CPM പ്രതിഷേധം. യോഗം ആരംഭിക്കുകയാണ്. യോഗത്തിന്റെ അധ്യക്ഷനായി CPIM-ന്റെ ഏരിയ കമ്മിറ്റി അംഗവും ഇരാറ്റുപേട്ട മുനിസിപ്പൽ കൗൺസിലറുമായ സഖാവ് PR ഫൈസലിനെ ക്ഷണിക്കുന്നു. CPIM-ന്റെ ലോക്കൽ സെക്രട്ടറി PV ഫൈസലിനെ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ സഖാവ് PR ഫൈസൽ, ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള CPIM-ന്റെ പൂഞ്ഞാർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സഖാവ് കുര്യാക്കോസ് ജോസഫ്, ഈ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുക്കുന്ന CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, ഇരാറ്റുപേട്ട മുനിസിപ്പൽ കൗൺസിലർമാർ, മറ്റ് വർഗ ബഹുജന സംഘടനകളുടെ നേതാക്കന്മാർ, പ്രവർത്തകർ തുടങ്ങി ഞങ്ങളെ ശ്രമിക്കുന്ന ഇന്നാട്ടിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, നമുക്കറിയാം ഇപ്പോൾ ഈ യോഗം ഇതുപോലൊരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ കാരണം ഈരാറ്റുപേട്ടയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള നഗരോത്സവവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള നിരവധിയായ അഴിമതി ആരോപണങ്ങൾ, ഒപ്പം ഭരണസമിതി തന്നെ പുറത്തുവിട്ടിട്ടുള്ള വലിയ ഞെട്ടിപ്പിക്കുന്ന അഴിമതി വെൽഫെയർ പാർട്ടി നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞെട്ടിപ്പിക്കുന്ന അഴിമതിയുടെ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞ ഭരണസമിതി, അതുപോലെ തന്നെ കഴിഞ്ഞ 4 വർഷമായി തുടരുന്ന ഈ UDF-ന്റെ ഭരണസമിതിക്ക് ഉണ്ടായിട്ടുള്ള വിവിധങ്ങളായ വീഴ്ചകൾ, അഴിമതി, സ്വജനപക്ഷപാതം, തീർത്തും ക്രമവിരുദ്ധമായ നടപടികൾ, ഇതിനെല്ലാം വേണ്ടിയാണ് ഇത്തരത്തിൽ വലിയ ഒരു പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചിട്ടുള്ളത്. വർഷങ്ങളായി ഉയർന്നു വരുന്നതാണ്. അതുപോലെ തന്നെ നഗരോത്സവവുമായി ബന്ധപ്പെട്ട്
ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് UDF നേതൃത്വം മറുപടി പറയേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം UDF നടത്തിയ പത്രസമ്മേളനത്തിൽ മുനിസിപ്പൽ ഭരണസമിതിയുടെ വൈസ് ചെയർമാൻ ആരോപിച്ചിട്ടുള്ളത് ഗുരുതരമായ അഴിമതി ആരോപണമാണ്. ആ അഴിമതി ആരോപണം ഉന്നയിച്ചു എന്ന് മാത്രമല്ല, ഈ അഴിമതിക്ക് ഞങ്ങൾ കുട പിടിച്ചിട്ടുണ്ട് എന്ന് അടിവരയിട്ടുകൊണ്ട് വൈസ് ചെയർമാൻ പറയുന്ന സ്ഥിതിയുണ്ടായി. അതുപോലെ തന്നെ ഈരാറ്റുപേട്ടയിൽ നടത്തിയിട്ടുള്ള ട്രാഫിക് പരിഷ്കാരം, ഈ ട്രാഫിക് പരിഷ്കാരത്തിൽ സെൻട്രൽ ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പിൽ എല്ലാ ബസ്സുകൾക്കും നിർത്താം, പക്ഷേ KSRTC ബസ്സിന് മാത്രം അവിടെ നിർത്തി ആളെ ഇറക്കുന്നതിനോ കയറ്റുന്നതിനോ കഴിയില്ല എന്നുള്ള നിലപാട് ഉൾപ്പെടെ നിരവധിയായ ആക്ഷേപങ്ങൾ ട്രാഫിക് പരിഷ്കാരവുമായി ബന്ധപ്പെട്ടുണ്ട്. അതുപോലെ തന്നെ ഈരാറ്റുപേട്ടയിലെ ഓട്ടോറിക്ഷക്കാർ അവർക്ക് കൃത്യമായ സ്റ്റാൻഡുകൾ അനുവദിച്ചിട്ടില്ല. ഈരാറ്റുപേട്ടയിൽ ഉടനീളം കറങ്ങി നടന്നോടുന്നവർ, ഒപ്പം അനധികൃതമായി ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യുകയും അവർക്ക് നിരന്തരം വരുന്ന പിഴകൾ മുനിസിപ്പാലിറ്റി കൃത്യമായി അവർക്ക് ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ള നിരന്തരമായ ആവശ്യങ്ങൾ, ഒപ്പം തേവരുപാറയിലെ ഡംപിംഗ് യാർഡിലെ മാലിന്യ പ്രശ്നം, വർഷങ്ങളായി അവിടെ കിടക്കുന്ന മാലിന്യം നീക്കുന്നതിന് ഏതാണ്ട് 1 കോടിയോളം രൂപ അനുവദിക്കപ്പെട്ടിട്ട് വർഷങ്ങളായി. പക്ഷെ ഇത് മാറ്റുന്നതിനോ ആ മാലിന്യങ്ങൾ ഒഴുകി മീനച്ചിലാറിലേക്ക് വന്ന് മീനച്ചിലാർ മലിനമാകുന്നത് ശരിയാക്കുന്നതിനോ ഭരണസമിതിക്ക് യാതൊരു ശുഷ്കാന്തിയുമില്ല. അതുപോലെ തന്നെ ഇടതുപക്ഷം ഭരിച്ചിരുന്നപ്പോ 600 വീടുകൾ ഈരാറ്റുപേട്ടയിൽ ഉടനീളം വീടില്ലാത്തവരുടെ സ്വപ്നമുള്ളവർക്ക് വീടുകൾ നൽകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഈ ഭരണസമിതി കയറിയിട്ട് ഒരു വാർഡിൽ ഒരു വീടല്ലാതെ മറ്റൊരു വീടും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ വിധത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ, പറഞ്ഞാൽ തീരാത്തത്ര പ്രശ്നങ്ങൾ, ഈ വിഷയങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്നിവിടെ ഈ വലിയ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാൻ മറ്റു വിഷയം CPM-ന്റെ ഏരിയ സെക്രട്ടറി കുര്യാക്കോസ് ജോസഫിനെ വിളിക്കും. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം സഖാവ് PR ഫൈസൽ, പാർട്ടി ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി PB ഫൈസൽ, പാർട്ടി നേതാക്കൾ, മുനിസിപ്പൽ കൗൺസിലർമാർ, മറ്റ് പ്രിയങ്കരായിട്ടുള്ള സഹോദരന്മാരെ, ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ ഇതിനു മുമ്പും ഒട്ടനവധി സമരങ്ങൾ CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ സമരം നടന്നിട്ടുള്ളത് ഈ ഭരണസമിതിയുടെ അഴിമതിയും കെട്ടുകാര്യസ്ഥതയും അവസാനിപ്പിക്കണം എന്നതാണ് ഈ സമരങ്ങളുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ഇത് CPM-ന്റെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയോ മാത്രം അഭിപ്രായമല്ല. ഈ ഭരണസമിതി അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ് എന്നും ഭരണസമിതി നടത്തുന്ന ഓരോ വികസന പ്രവർത്തനങ്ങളിലും അഴിമതിക്ക് പഴുത് കണ്ടെത്തുന്ന അതിവിദഗ്ധന്മാരായിട്ടുള്ള ആളുകളാണ് ഈ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് എന്ന അഭിപ്രായമുള്ളവർ ലീഗിനകത്തുണ്ട്, കോൺഗ്രസിനകത്തുണ്ട്, അതുപോലെ ഒട്ടനവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഉള്ള അഭിപ്രായമാണിത്. ഇക്കാര്യങ്ങൾ പലതവണ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിൽ CPM-ന്റെ പ്രതിനിധികൾ അതിശക്തമായ പ്രതിഷേധമുയർത്തിക്കൊണ്ട് ഈ അഴിമതിക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അതുപോലെ മുനിസിപ്പാലിറ്റിക്ക് മുമ്പിൽ ഒട്ടനവധി സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടും മുനിസിപ്പൽ ഭരണാധികാരികൾക്ക് അല്ലെങ്കിൽ കൗൺസിലിന് UDF ഭരണസമിതിക്ക് തെറ്റുതിരുത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല,
ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ അഴിമതിക്ക് പഴുത് കണ്ടെത്തുന്നവരായി ഈ ഭരണസമിതി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് അനുഭവങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിലെ മാലിന്യ പ്രശ്നങ്ങൾ ഒരു ഗൗരവമായ പ്രശ്നമായി കണ്ടുകൊണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടി വിപുലമായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങളെ മാലിന്യ സംസ്കരണത്തിന്റെ മുഖ്യ പ്രയോക്താക്കളായി കണ്ടുകൊണ്ട് മാലിന്യം ശേഖരിക്കുന്നതിനും അത് ഉചിതമായി സംസ്കരിക്കുന്നതിനും വേണ്ടിയുള്ള ഒട്ടനവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിക്ക് മാലിന്യം സംസ്കരിക്കണമെന്നല്ല തോന്നുന്നത്. പിന്നെയോ മാലിന്യം ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള വേസ്റ്റ് ബിൻ കൊടുക്കുമ്പോൾ ആ വേസ്റ്റ് ബിന്നിനകത്തൂടെ എത്രമാത്രം കമ്മീഷൻ അടിച്ചു മാറ്റാം എന്ന് കണക്കാക്കിക്കൊണ്ട് വിലപേശി ഗുണനിലവാരം കുറഞ്ഞ സാധനങ്ങൾ വിതരണം ചെയ്ത് അതിലൂടെ ലക്ഷങ്ങൾ തട്ടിയെടുക്കുകയാണ് ഇവർ ചെയ്തത്. എന്നെ ശ്രമിക്കുന്ന ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റി വിതരണം ചെയ്ത വേസ്റ്റ് ബിന്ന് നമ്മളത് അതുപോലെ ഒരെണ്ണം മാർക്കറ്റിൽ നിന്ന് വാങ്ങിയാൽ എത്ര രൂപ ചെലവാകും, മുനിസിപ്പാലിറ്റി അതിനുവേണ്ടി എത്ര രൂപയാണ് ചെലവഴിച്ചത് എന്ന് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ഈ അഴിമതിയുടെ ഭീകരത ബോധ്യമാവുന്നത്. അപ്പോൾ അഴിമതി ഏത് മേഖലയിലാണെങ്കിലും കൈയിട്ട് വാരാൻ അവസരമുണ്ടെങ്കിൽ അത് എങ്ങനെയും ഫലപ്രദമായി ഉപയോഗിക്കണം എന്ന രൂപത്തിലേക്കുള്ള സമീപനമാണ് ഈ ഭരണസമിതി സ്വീകരിക്കുന്നത്. ഈ വേസ്റ്റ് ബിൻ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM-ഉം ഒക്കെ ഒട്ടനവധി സമരങ്ങൾ നടത്തി. വളരെ വിദഗ്ധമായിട്ടാണ് ഇവർ അഴിമതി നടത്തുന്നത്. CBI പരിശോധിച്ചാൽ പോലും ഇതിലെ പോരായ്മ കണ്ടെത്താൻ കഴിയില്ല. കാരണം അത്രമാത്രം കുറ്റമറ്റ രൂപത്തിലാണ് അതിന്റെ പേപ്പർ വർക്കുകൾ നടത്തുന്നത്. അതിന് മുനിസിപ്പൽ ജീവനക്കാരും നല്ല പങ്കാണ് വഹിക്കുന്നത്. മുനിസിപ്പൽ ജീവനക്കാരായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അഴിമതി നടത്തിയാലും പണാഭരണം നടത്തിയാലും അത് കണ്ടുപിടിക്കാൻ കഴിയത്തക്കവണ്ണം പഴുതില്ലാത്ത വിധം അതിവിദഗ്ധമായി ഇവിടെ അഴിമതി നടത്തുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ കണ്ടുപിടിക്കേണ്ടതാണ്. ഇത്രയും വലിയ അഴിമതി നടത്തിയിട്ട് ആര് വന്നന്വേഷിച്ചാലും അതിന്റെ അഴിമതിയുടെ ഉറവിടം കണ്ടെത്താൻ കഴിയില്ല. കാരണം എല്ലാം പേപ്പർ വർക്കുകളെല്ലാം വളരെ കൃത്യമാണ്. ഇതാണ് ഇവരുടെ വൈദഗ്ധ്യം. ഇവിടെ ലൈഫ് മിഷൻ, ഇവിടെ പാവപ്പെട്ട ഒരു വീട് കൊടുക്കുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഗവൺമെന്റ് കഴിഞ്ഞ 8 വർഷം കൊണ്ട് 4.5 ലക്ഷത്തോളം വരുന്ന വീടുകളാണ് പാവപ്പെട്ടവർ നിർമ്മിച്ചു കൊടുത്തത്. ഈ മുനിസിപ്പാലിറ്റിയിലും അതിനുവേണ്ടിയുള്ള പ്രോഗ്രാം തയ്യാറാക്കിയതല്ലേ? അതനുസരിച്ച് ഈ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ വീടില്ലാത്ത പാവപ്പെട്ടവന് വീട് നിർമ്മിച്ചു കൊടുക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കാൻ എന്തുകൊണ്ടാണ് ഈ മുനിസിപ്പാലിറ്റി കഴിയാതെ പോകുന്നത്? അതൊന്നും വലിയ കമ്മീഷൻ കിട്ടുന്ന പണിയല്ല. കമ്മീഷൻ കിട്ടണമെങ്കിൽ നിർമ്മാണ പണി വേല നടക്കണം. അതുപോലെ ഇങ്ങനെയുള്ള പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവണം. ആ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് കമ്മീഷൻ കണക്ക് പറഞ്ഞ് മേടിച്ചെടുക്കാൻ കഴിയുക എന്ന നല്ല ബോധ്യമുള്ളപ്പോൾ പാവപ്പെട്ട അവന്റെ വീടിനെ കുറിച്ച് അവർക്ക് യാതൊരു ചിന്തയുമില്ല. മറിച്ച് ഈ പറഞ്ഞ തരത്തിലാണ് അവർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുമോ? കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ മുനിസിപ്പാലിറ്റികളിൽ ഒന്നാണ് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി. ആ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ മുനിസിപ്പാലിറ്റി ആയിട്ടുള്ള ഈരാറ്റുപേട്ടയിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ കാര്യത്തിൽ എന്ത് കാര്യമാണ് നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? 4 വർഷം കഴിഞ്ഞില്ലേ? ഇവിടെ പറഞ്ഞു നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ കാര്യം. മൂക്കുപൊത്തിക്കൊണ്ടല്ലാതെ ആ ബസ് സ്റ്റാൻഡിനകത്ത് പ്രവേശിക്കാൻ കഴിയുമോ?
ഇങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടി കൈക്കൊള്ളാൻ നിങ്ങൾക്കല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഭരണസമിതിക്ക് കേരളത്തിൽ സാധിക്കുമോ? എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ജനങ്ങൾ, രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനങ്ങൾ ഈ ചെയർമാനെയും വൈസ് ചെയർമാനെയും അടക്കം ആ മുനിസിപ്പൽ ആ ബസ് സ്റ്റാൻഡിനകത്ത് കൊണ്ട് ഒരു ദിവസം പൂട്ടിയിടും. അപ്പോഴാണ് അവർക്കതിന്റെ ഭീകരത മനസ്സിലാവുന്നത്. അത് പരിഹരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഇടപാട് നടത്തിയോ? ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിക്ക് ഈ മുനിസിപ്പാലിറ്റി എന്ന നിലയിൽ അവരുടെ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും വികസനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ നിങ്ങൾ കാലങ്ങളായി തെരഞ്ഞെടുത്തയക്കുന്ന ഒരു MP പാർലമെന്റിലുണ്ടല്ലോ. നമ്മുടെ പാർലമെന്റ് അംഗമായിട്ടുള്ള ആന്റോ ആന്റണിയുടെ ഏത് പദ്ധതിയാണ് ഈ മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ ഈ കാലയളവിൽ നടപ്പാക്കിയത്? ചൂണ്ടിക്കാണിക്കുക. പകരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആയ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ നടപ്പാക്കിയിട്ടുള്ള വികസന പദ്ധതികളല്ലാതെ മറ്റേതെങ്കിലും ഒന്നുണ്ടോ? ആ വികസന പദ്ധതികളുടെ ഉദ്ഘാടനത്തിന്റെ മുമ്പിൽ നിന്ന് നിരന്നുവന്ന് ഫോട്ടോ എടുത്ത് അതിന്റെ മേനിനടിക്കുന്നവരായി മുനിസിപ്പൽ ഭരണാധികാരികൾ മാറിയിരിക്കുകയല്ലേ. അല്ലാതെ ഈ മുനിസിപ്പാലിറ്റിക്ക് എന്തെങ്കിലും വികസനം കൊണ്ടുവരാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഓരോ മുനിസിപ്പാലിറ്റിയും തദ്ദേശ സ്ഥാപനങ്ങളും ഗവൺമെന്റുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രദേശത്തിന് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ചോദിച്ചു വാങ്ങി നടപ്പാക്കുന്നതിൽ ജാഗരൂകരാണെങ്കിൽ ഈ മുനിസിപ്പാലിറ്റി അത്തരമൊരു സമീപനത്തിലേക്ക് പോകുന്നുണ്ടോ? സെക്രട്ടേറിയറ്റ് കാണാൻ പോകുന്നത് അവരുടെ എന്തെങ്കിലും സ്വകാര്യ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് പോകുമ്പോൾ ആ ചെലവിൽ സെക്രട്ടേറിയറ്റിലൊന്ന് കയറി ഇറങ്ങി വരും. അതല്ലാതെ ഒരു കാര്യവും ചെയ്യുന്നില്ല. അതാണ് ഈ മുനിസിപ്പാലിറ്റിയുടെ ഒരു പൊതു സമീപനം. ഇവർ ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഈരാറ്റുപേട്ടയിലെ ട്രാഫിക് പരിഷ്കരണത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ നാട്ടിലുള്ള ഒട്ടനവധി സംഘടനകൾ അവരുടെയൊക്കെ അഭിപ്രായം ആരായണ്ടേ? ഞങ്ങളൊരു തീരുമാനമെടുത്ത് അതിന് എന്തു വന്നാലും മാറ്റില്ല. ഇങ്ങനെ ധിക്കാരപൂർവമായ ഒരു നിലപാടെടുക്കാൻ കരയിൽ ആൾതാമസമുള്ള ഏതെങ്കിലും നേതാക്കൾ തയ്യാറാകുമോ? ഈരാറ്റുപേട്ടയിലെ ട്രാഫിക് പരിഷ്കരണം എന്ന് പറയുന്നത് ഈ നാടിന്റെ പൊതുവായ ഒരാവശ്യമാണ്. ഇവിടെ ദൈനംദിനം വന്ന് കടന്നു പോകുന്ന ആളുകളുടെ സൗകര്യങ്ങളാണ് അതിനകത്ത് പരിഗണിക്കേണ്ടത്. ആ ട്രാഫിക് പരിഷ്കരണത്തിലെ ചില കാര്യങ്ങൾ ഞങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. ഓട്ടോറിക്ഷയുടെ കറക്കം. ഓട്ടോറിക്ഷ കറക്കം നിർത്താൻ പറഞ്ഞാൽ ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷയെ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് അവർക്ക് നിത്യവരുമാനം തേടാനുള്ള സൗകര്യമൊരുക്കാതെ അവരുടെ കറക്കം മാത്രം നിർത്തിയാൽ ആ പ്രശ്നം പരിഹരിക്കും. ജീവിക്കാൻ വേണ്ടിയാണ് അവർ ഒരു വണ്ടിയുമായി വഴിയിലേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് അവർക്ക് തോന്നിവാസം പോകണമെന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. അതിന് നിയന്ത്രണം ഏർപ്പെടുത്തണം. പക്ഷേ ആ നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ തൊഴിൽ നഷ്ടപ്പെടുന്ന, തൊഴിൽ രംഗത്ത് അനിശ്ചിതത്വമുണ്ടാക്കുന്ന നടപടികൾ പരിഹരിക്കാൻ എന്ത് കാര്യമാണ് ചെയ്തിട്ടുള്ളത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM ഒക്കെ അതിനകത്ത് നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും അതിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഞങ്ങൾ നിർദ്ദേശങ്ങൾ വെച്ചതാണ്. അപ്പൊ ഇവര് പറയുന്ന ആര് പറഞ്ഞാലും ഞങ്ങൾ മാറ്റില്ല. എന്താ ഇവരുടെ അടുക്കളക്കാര്യമായത്? നിങ്ങളുടെ അടുക്കളക്കാര്യമല്ല, ഈ നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. ആര് പറഞ്ഞാലും ഞങ്ങൾ മാറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സമീപനമായിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങളെ തന്നെ മാറ്റാൻ തയ്യാറാവും. അതിൽ ഒട്ടനവധി അപ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം ഗുരുക്കൽ നഗറിലെ ബസ് സ്റ്റോപ്പ് KSRTCക്ക് മാത്രം അവിടെ നിർത്താൻ പാടില്ല. മറ്റു വാഹനങ്ങളെല്ലാം യഥേഷ്ടം നിർത്തി ആളെ കയറ്റുകയും ഇറക്കുകയും ഒക്കെ ചെയ്യാൻ KSRTC നിർത്താൻ പാടില്ല. ഇങ്ങനെ ഒരു തലതിരിഞ്ഞ ഒരു നിർദ്ദേശം നടപ്പാക്കാൻ ഈ മുനിസിപ്പാലിറ്റിക്കല്ലാതെ വേറെ ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിക്ക് കഴിയുമോ? ഇതെങ്ങനെ അംഗീകരിക്കാൻ കഴിയും? അതുകൊണ്ട് അവിടെ പ്രൈവറ്റ് ബസ്സുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കിഴക്കൻ മേഖലയിലേക്ക് പോകുന്ന വാഗമണ്, അതുപോലെ കുമളി, തീക്കോയി അടക്കമുള്ള ആ മേഖലയിലേക്ക് പോകുന്ന ട്രാൻസ്പോർട്ടുകൾ KSRTCക്കും അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ടാവണം. അവിടെ എങ്ങനെ പാർക്ക് ചെയ്ത് ബസ് സ്റ്റോപ്പ് അനുവദിക്കണമെന്നല്ല. വരുന്ന സമയത്ത്
അപ്പോൾ ഇറങ്ങാനുള്ളവരെ ഇറക്കുകയും അപ്പോൾ കയറാനുള്ളവരെ കയറ്റിയും അവിടെ ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ അത് ക്രമീകരിക്കാൻ കഴിയണം. അതൊരു തെറ്റായ നിർദ്ദേശമാണോ? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു തരം മർക്കടമുഷ്ടിയോടുകൂടി ഈ സമീപനത്തെ കാണുന്ന? നിങ്ങൾ അതൊന്ന് നടപ്പാക്കി നോക്ക്, എന്നിട്ട് ജനങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് തേട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞതാണ് ശരി എന്ന് വരില്ല. അതുതന്നെയാണ് സെൻട്രൽ ജംഗ്ഷനിലെയും കാര്യം. സെൻട്രൽ ജംഗ്ഷനിലും ഈ പറഞ്ഞതുപോലെ പ്രൈവറ്റ് ബസ്സിന് നിർത്താം, മറ്റു KSRTC നിർത്താൻ പാടില്ല. എന്തു ഗുണമാണ്? അവിടെ ബസ് സ്റ്റോപ്പേ പാടില്ല എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭിപ്രായം. പ്രൈവറ്റ് ആയാലും KSRTC ആണെങ്കിലും അവിടെ വാഹനം നിർത്തി ആളെ കയറ്റുന്നതും ഇറക്കുന്നതും ട്രാഫിക് തടസ്സത്തിന് മുഖ്യ കാരണമാണ്. അതുകൊണ്ട് ആ സ്റ്റോപ്പ് ഒഴിവാക്കണമെന്നതാണ് ഞങ്ങളുടെ സുചിന്തിതമായിട്ടുള്ള അഭിപ്രായം. അത് നടപ്പാക്കണം. അങ്ങനെ നിങ്ങൾ നടപ്പാക്കി 2 ദിവസം നോക്ക്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുമ്പോൾ 2 ബസ് സ്റ്റോപ്പാണ്. 2ാമത്തെ ബസ് സ്റ്റോപ്പ് എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയതെന്ന് നാട്ടിലറിയാം. നേതാക്കന്മാരുടെ സ്ഥാപനത്തിലേക്ക് ആളുകളെ കൂട്ടാനുള്ള ഒരുതരം പണി. അതിന് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുമ്പോൾ 2ാമത് സ്ഥാപിച്ച ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ചിലരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. അത് മാറ്റണം. അവിടെ മറ്റൊരു കാര്യം നമുക്കറിയാമല്ലോ, കോളേജ് റോഡ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞത് ആ കോളേജ് റോഡ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വരെ സൈഡിലും വാഹനം പാർക്ക് ചെയ്യരുത്. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ കഴിഞ്ഞ് ഒരു സൈഡ് മാത്രം പാർക്ക് ചെയ്യുക. ചില സമയത്ത് പോലീസുകാർക്ക് തന്നെ അവർ തന്നെ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. വാഹനങ്ങൾ, ചരക്ക് വാഹനങ്ങൾ അടക്കം വന്ന് യാതൊരു തരത്തിലും വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത വിധം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നവർ കാണുന്നതാണ്. ഈ മുനിസിപ്പാലിറ്റി ഇത്തരത്തിലേക്കൊരു തീരുമാനമെടുക്കുമ്പോൾ ഒരു ദിവസമെങ്കിലും അവിടെ നിന്ന് പോയി അവിടുത്തെ ബ്ലോക്കിന് ആധാരമായി കാര്യം എന്താണ് എന്ന് പരിശോധിച്ചിട്ട് പഠിച്ചിട്ട് വേണ്ടതെങ്കിൽ ഈ നിർദ്ദേശം നടപ്പാക്കാൻ. അതൊന്നും നിങ്ങൾക്ക് ബാധകമല്ല. നിങ്ങളുടെ കുറെ ആളുകൾ, ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ കൂടെ നിൽക്കുന്ന ആളുകളുടെ കച്ചവട സ്ഥാപനത്തിന്റെ മുമ്പിൽ സ്റ്റോപ്പ്, ഇതല്ലേ നിങ്ങളെടുക്കുന്ന ഒരു പൊതുവായ കാഴ്ചപ്പാട്. അതുകൊണ്ട് ആ സമീപനം നിങ്ങൾ അവസാനിപ്പിക്കണം. ഇവിടെ ഇപ്പോൾ ഈ സമരത്തിന് ആധാരമായി ഞങ്ങൾ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് നഗരോത്സവവുമായി ബന്ധപ്പെട്ട. ഇതിപ്പോൾ 3ാമത്തെ തവണയാന്ന് തോന്നുന്നല്ലേ. ആദ്യത്തെ 1ഉം 2ഉം തവണ വ്യാപാരികൾ അബദ്ധത്തിൽ അവരുടെ കൂടെ കൂടി. കാരണം വ്യാപാരികൾ ഈരാറ്റുപേട്ടയിൽ പൊതുവെ കച്ചവടങ്ങളെല്ലാം കുറഞ്ഞു വരുന്നു. അതിന് പലവിധ കാരണങ്ങളുണ്ട്. ആ കച്ചവടങ്ങളെല്ലാം കുറഞ്ഞു വരുന്നതിന്റെ ഭാഗമായി ആ വ്യാപാര മേഖലയെ ഒന്ന് ഉണർത്തുന്നതിന് വേണ്ടിയാണ് ഈ പരിപാടിയുമായിട്ട് അവർ പോയത്. വ്യാപാരികൾ സുഖാത്മാക്കൾ. പക്ഷേ മുനിസിപ്പാലിറ്റിയുടെ ഉള്ളിലെ താല്പര്യം, അവരുടെ കപടമുഖം അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവർ നല്ല നിലയിൽ സഹകരിച്ചു. ആ നല്ല നിലയിൽ സഹകരിച്ചതിന്റെ ഗുണമുണ്ടായത് അതിന്റെ സംഘാടകരായിട്ടുള്ള ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഭരണസമിതി അംഗങ്ങളായിരുന്നു എന്നത് വ്യാപാരികൾ തിരിച്ചറിഞ്ഞത് വൈകിയാണ്. അതുകൊണ്ട് 1ഉം 2ഉം നഗരോത്സവത്തിന് അവരെ ഊറ്റമായി പിന്തുണ കൊടുത്തു. വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം കച്ചവടം പ്രോത്സാഹിപ്പിക്കാൻ കൂപ്പണും മറ്റ് സമ്മാന പരിപാടികളെല്ലാം നടപ്പാക്കി അവർ ആ പദ്ധതി നല്ലവണ്ണം ആവിഷ്കരിച്ചു. ഈ നാട്ടിലെ ജനങ്ങളും അതുപോലെ സഹകരിച്ചു. കലാപരിപാടികൾ, മറ്റ് പരിപാടികളിലെല്ലാം ആളുകൾ നല്ല നിലയിൽ വന്നു. അതെല്ലാം അവർക്ക് വലിയ കുശാലായ രൂപത്തിൽ അവിടെ കാര്യങ്ങൾ വന്നു. ഇവിടെ കലാപരിപാടി അവതരിപ്പിച്ചതിനെ കുറിച്ചുള്ള കണക്കുകൾ പറയുന്നത് കേട്ടു. 20,000 രൂപ കലാപരിപാടിക്ക് വേണ്ടി കൊടുത്താൽ 40,000 രൂപയുടെ ബില്ല് ഇവർ കൊടുക്കും. എന്ത് ഉദാരമായ സമീപനം! ഇവർ കൊടുക്കാന്ന് പറഞ്ഞാൽ കൈപ്പറ്റുന്നവരെ. സംഘാടകർക്ക് ചെലവ് 20,000, പക്ഷെ ചെലവെഴുതുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? 40,000 ചെലവെഴുതാം. ഞാനൊരു വ്യാപാരി സുഹൃത്തിനോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഇപ്രാവശ്യം പെട്ടുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ വരവെല്ലാം കൂടെ ഒറ്റ കണക്കിൽ ഇത്ര രൂപ വരവ്, ചെലവെല്ലാം വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ വരവിനും വേണ്ട ഒരു വിശദമായ വിവരം. അപ്പൊ ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ
പണം തട്ടിയെടുക്കുകയായിരുന്നു, അഴിമതി നടത്തുകയായിരുന്നു എന്ന് ബോധ്യം വന്നപ്പോഴാണ് ഈ പ്രാവശ്യം അവർ ആ പരിപാടി വേണ്ടെന്ന് വെച്ചത്. അതിന്റെ കുറവ് ആ നഗരോത്സവത്തിലുണ്ടായി. പകിട്ട് കുറഞ്ഞു, ആളുകളുടെ പങ്കാളിത്തം കുറഞ്ഞു. കാരണം എന്താ? ഭരണസമിതിക്ക്, മുനിസിപ്പാലിറ്റിക്ക് ചെയർമാനും വൈസ് ചെയർമാനും അടക്കമുള്ള UDFന്റെ ഭരണസമിതി അംഗങ്ങൾക്ക് കയ്യെട്ട് വാരാൻ, ഞങ്ങളെ ഇനി കരുവാക്കാൻ നിൽക്കുന്നില്ല എന്ന് വ്യാപാരികൾ നല്ല നട്ടലോടുകൂടി തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കാര്യങ്ങൾ വന്നത്. അതുകൊണ്ട് ഇപ്പം ലാഭവിഹിതം കുറയും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് നാട്ടിൽ വലിയ ചർച്ചയാണ്. ആ ചർച്ച നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇങ്ങനെ ഏതു കാര്യത്തിലും അഴിമതി നടത്താൻ പഴുതന്വേഷിക്കുന്ന ഇവന്മാരെയൊക്കെ ഈ നാടിന്റെ ഭരണമേൽപ്പിച്ചാൽ എന്താണ് ഉണ്ടാവുക എന്നത് നാം കാണണ്ടേ? ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച കാലമായി കേരളം വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നതാണ് വയനാടിലെ ഒരു കോൺഗ്രസ് നേതാവിന്റെയും കുടുംബത്തിന്റെയും അച്ഛനും മകനും കൂടി ആത്മഹത്യ. അച്ഛൻ മകനെ കൊന്നിട്ടാണ് ആത്മഹത്യ ചെയ്ത്. 2 മരണമാണ് നടന്നത്. എന്താ കാരണം? DCCയുടെ ട്രഷററാണ്, ചെറിയ ആളൊന്നുമല്ല. അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് ഭിന്നശേഷിക്കാരായ മകൻ ജീവിച്ചിരുന്നാൽ അവന്റെ ജീവിതം എന്ന് പറയുന്നത് പലർക്കും വലിയ ഭാരമായി മാറാതിരിക്കാൻ ആ പിതാവ് നടത്തിയ ദയാവധമാണ് ആ മകനെ കൊല്ലുക. അതോടൊപ്പം അദ്ദേഹം ജീവൻ ഒടുക്കി. കാരണം എന്താ? അവിടുത്തെ വയനാട് ജില്ലയിലെല്ലാം കോൺഗ്രസ് ഭരിക്കുന്നത് കൊണ്ടോ? നമ്മളല്ല. ആ ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട് ലക്ഷങ്ങൾ കോഴ വാങ്ങി അതിന് പങ്കുപറ്റിയവനാണ് IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന MLA, DCC പ്രസിഡന്റ് അപ്പച്ചൻ. ഇങ്ങനെ നിരവധി ആളുകൾ കോഴ കൈപ്പറ്റി നിയമനം കിട്ടാതെ വന്നപ്പോൾ ഈ പണം വാങ്ങിക്കൊടുത്ത DCC ട്രഷറിന്റെ മുമ്പിൽ പണം കൊടുത്തവർ നിരന്തര ശല്യമായി വന്നപ്പോൾ കോൺഗ്രസിനെ സമീപിച്ചു. കോൺഗ്രസ് നേതാക്കന്മാർ കൈമലർത്തി. പക്ഷെ ആത്മാഭിമാനിയായ ആ വിജയൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവിന് സുധാകരനും സതീശനും ചെന്നിത്തലയും IC ബാലകൃഷ്ണൻ കൈമലർത്തിയതുപോലെ കൈമലർത്താൻ കഴിയില്ല. കാരണം അയാൾ മനസാക്ഷിയുള്ളവനാണ്. അതുകൊണ്ട് ഈ പണം എണ്ണി വാങ്ങിയത് യാഥാർത്ഥ്യമായതുകൊണ്ട് അവർക്ക് ഈ പണം കൊടുക്കാൻ തനിക്കാവില്ല. ആർക്ക് വേണ്ടി പണം വാങ്ങിക്കൊടുത്തോ ആ പാർട്ടി വളരെ ദയനീയമായി ക്രൂരമായി തള്ളിപ്പറഞ്ഞപ്പോൾ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് തീരുമാനിച്ച് ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ വിജയന്റെ ജീവനാണ് അതിലൂടെ കേരള മനസാക്ഷിയുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നത്. അതാണ് കോൺഗ്രസിന്റെ സമീപനം. അപ്പൊ അതുകൊണ്ട് നമ്മൾ കാണേണ്ട കാര്യം, ഇവർ ഏത് സന്ദർഭത്തിലാണെങ്കിലും അഴിമതിക്ക് വേണ്ടിയുള്ള പഴുതന്വേഷിക്കുകയാണ്. അതിന് കൂട്ടാളികൾ ഇപ്പൊ വെൽഫെയർ പാർട്ടിയുടെ കൗൺസിലർ അല്ലേ, എന്താ ഇവിടെ പദ്ധതി നടപ്പാക്കിയില്ലെങ്കിലും, ഒരു പദ്ധതി നടപ്പാക്കിയില്ലെങ്കിലും ഇവിടെ നിന്ന് ബില്ല് പാസ്സാക്കി കാശെടുത്തോണ്ട് പോകാമെന്ന് തെളിയിച്ച ഭരണസമിതി അല്ലേ ഇത്. ഞാൻ ആ പദ്ധതിയുടെ പേരൊന്നും എനിക്കറിയില്ല. പശു കുട്ടിപ്പുറം പശു വിതരണമുണ്ട്. പിന്നെ റോഡിന്റെ ഉണ്ട്, പോത്തും കുട്ടികളെ ഇതെല്ലാം കൊടുക്കുന്ന സഖാക്കളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലെയും പാവപ്പെട്ടവന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പദ്ധതി വിഹിതം നൽകി ആണ് ഇതെല്ലാം നടപ്പാക്കുന്നത്. ഇവിടെ അന്നേരം എന്താ ഉണ്ടാവുന്നത്? അതിന്റെ വിഹിതം പറ്റുക, അതല്ലേ ഇവിടെ ചെയ്യുന്ന കാര്യം. അപ്പൊ അതുകൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ നടക്കാത്ത പണി നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് പണം എടുത്തുകൊണ്ട് പോവുക, PR പൈസയിലടക്കമുള്ള ആളുകൾ പ്രതിഷേധമുയർത്തിക്കൊണ്ട് നിയമ നടപടിയിലേക്ക് നീങ്ങുമെന്ന് സ്ഥിതി വന്നപ്പോൾ പണം കൊണ്ട് അടച്ചിട്ട് ഊരുകയാണ്. അതിന് കൂട്ടുനിന്നതാരാണ്? ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് CPM എന്നും ഇടതുപക്ഷമെന്നും പറഞ്ഞാൽ വലിയ ചതുർത്ഥിയാണ്. കാരണം എന്താ? ഞങ്ങളുടെ കൗൺസിലർമാരും അവിടെ പോയി അതിന് പങ്കുപറ്റുന്നവരല്ല. അപ്പൊ അതുകൊണ്ട് ഈ ജീവനക്കാരെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ നടത്തുന്ന കള്ളത്തരം അഴിമതി അത് അവസാനിപ്പിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ അതിശക്തമായ സമരം നിങ്ങൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് വ്യാപാരോത്സവത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി
നഗരോത്സവത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വന്നിട്ടുള്ള ഓരോ വരവിന്റെയും ഓരോ ചെലവിന്റെയും കണക്ക് പുറത്തുവിടാൻ ഈ മുനിസിപ്പാലിറ്റി ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. കഴിയുമോ നിങ്ങൾക്ക് ഈ വെല്ലുവിളി ഒന്ന് ഏറ്റെടുക്കാൻ? വലിയ ധീരശൂര പരാക്രമികളാണല്ലോ നിങ്ങൾ. ഈ വെല്ലുവിളി നിങ്ങളൊന്ന് ഏറ്റെടുക്കുമോ? ഏറ്റെടുത്താൽ പൂച്ച പുറത്തു ചാടും. കാരണം എന്താ? വരവ് എന്ന് പറയുന്നത് ഭീമാകാരമാണ്, ചെലവ് എന്ന് പറയുന്നത് കൃത്രിമമായി ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾ അത് തിരിച്ചറിയും. തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ നാളെ ഈ മുനിസിപ്പാലിറ്റി നട്ടെല്ലുയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ഈ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായ പ്രക്ഷോഭം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPIയും ഇവിടെ നടത്താൻ തീരുമാനിച്ചിരിക്കുക. അതുകൊണ്ട് ഈ നഗരോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വർഷത്തെ, കഴിഞ്ഞ വർഷത്തേക്ക് പോട്ടെ നമ്മള് റിഡക്ഷൻ, ഈ വർഷത്തെ വരവും ചെലവും കൃത്യമായി നിങ്ങൾ അവതരിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളെ ജനകീയ വിചാരണയ്ക്ക് സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കുന്ന വിധത്തിലേക്കുള്ള സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സന്നദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ, അഴിമതിക്കെതിരെ, പച്ചയായ കൊള്ളക്കെതിരെ നടത്തുന്ന ഈ സമരത്തിൽ പങ്കെടുക്കുന്ന CPIയുടെ വിശ്വരന്മാരായ നേതാക്കളെയും പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.